ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ അരുവിക്കുഴിയിലാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ അരുവിക്കുഴിയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്തുപോലും ഒന്ന് കണ്ടു നോക്കാതെ. നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇത് നമ്മുടെ ഈ കഫേയുടെ ഒക്കെ ഏരിയയാണ്. നമ്മളിത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. കഫേയുടെ ഒക്കെ ഏരിയയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ താഴേക്ക് പോകുമ്പോഴത്തേനും തന്നെ നമുക്കിങ്ങനെ റോഡിലൊക്കെ നന്നായിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ എല്ലാം മിറർ ലോക്കിംഗ് ഒക്കെ കാണാം. ഇവിടെ ഒരു കോഷൻ ബോർഡൊക്കെ ഉണ്ട്. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേനും നോക്കണമെന്നൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കിവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് ഇറങ്ങി നമുക്ക് നേരെ താഴേക്ക് ഇങ്ങനെ പോകാം. ഇവിടെ എല്ലായിടത്തും നല്ല സ്റ്റെപ്പൊക്കെ വെച്ച് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രക്ചറിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴത്തേനും ഊഞ്ഞാലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോകാം. ഇവിടെ വീണ്ടും ഒരു മുന്നറിയിപ്പ്. ഇവിടെ ഇഷ്ടംപോലെ കോഷൻ ബോർഡ്സ് കാണാം. ഇതാണ് നമ്മുടെ ഒരു അടിപൊളി വ്യൂ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഇവിടെ വെള്ളമുള്ള സമയത്ത് നന്നായിട്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഇത്രയും ഉയരത്തിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന ഭയങ്കര അടിപൊളി ഒരു വ്യൂ ആണ്. ഇതിനപ്പുറത്ത് മറ്റൊരു മലയുണ്ട്. അവിടെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതഞ്ഞിങ്ങനെ ഒഴുകുന്ന ഒരു നല്ലൊരു വ്യൂ കാണാം. അപ്പോൾ നമുക്ക് നേരെ നടന്ന് നമുക്ക് ഇവൻ്റെ മണ്ടേ നമുക്ക് ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്. മണ്ടേ നമുക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഐ മീൻ നന്നായിട്ട് നല്ല വെയിലൊന്നും അടിക്കാതെ കാണാൻ പറ്റും നല്ല സൂപ്പർ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം. ഇതാണ് നമ്മുടെ കഫേ. ഇതിൻ്റെ താഴെയാണ് കഫേ. മണ്ടയിലാണ് ആ വാച്ച് ടവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് താഴേക്ക് നോക്കുന്ന അടിപൊളി വ്യൂ വീണ്ടും നമുക്ക് കാണാം. എന്ത് മനോഹരമായിരിക്കും നോക്കും. നന്നായിട്ട് ഈ മണ്ടത്തെ ക്ലൗഡും എല്ലാം കൂടെ കൂട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ മണ്ടയിലേക്ക് ഇങ്ങനെ നടക്കാം. ഇവിടെ നല്ല പച്ചപ്പുള്ളൊരു സമയമൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് ഇവിടുത്തെ പുല്ലൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കയറി പെയ്യെ മണ്ടയിലേക്ക് പോകാം. സ്റ്റെപ്പൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ വൃത്തിയാണ്. എല്ലാ കാര്യങ്ങൾക്കും നല്ല വൃത്തിയോടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം. സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പം നല്ല തിരക്കില്ലാത്ത സമയമാണെങ്കിൽ പോലും നന്നായിട്ട് വൃത്തിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കഫേ ഏരിയ ഉണ്ട്, പക്ഷേ ഇപ്പം കഫേ ഓപ്പൺ അല്ല. അപ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്ക് പെയ്യെ നടന്ന് പോകാം. ഇവിടെ നമുക്ക് വീണ്ടും ഒരു വാച്ച് ടവറിൻ്റെ ഇത് കണ്ടോ, വാച്ച് ടവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പെയ്യെ പോകാം. അത് നമ്മൾ ആ അടിപൊളി നല്ലൊരു വ്യൂവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ആ അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡുണ്ട്, ലെഫ്റ്റ് സൈഡുണ്ട്. നമുക്ക് രണ്ട് സൈഡിലേക്ക് മൂവ് ആവാം. നമ്മളിപ്പോൾ ആ സ്റ്റെപ്പ് കയറി മേളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരുവിക്കുഴിയിലെ വാച്ച് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെയിലൊന്നുമില്ലാതെ നമുക്കെല്ലാം കാണാം, കാഴ്ചകളൊക്കെ കാണാം. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ ആണ്. താഴെ നല്ല ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പോലും നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ സോളാർ സിസ്റ്റംസ് ഒക്കെ കാണാം, പിന്നെ സോളാർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാം. നൈറ്റ് ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും 6 മണി വരെ ഉള്ളൂ. ആ ഒരു ടൈമിലേക്കൊക്കെ വരുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നല്ല ലൈറ്റൊക്കെ അറേഞ്ച് നല്ല സെറ്റപ്പായിട്ട് നല്ല സൂപ്പറാണ്. ഇവിടെ നല്ല വ്യൂ ആണ്. ഇത് നമ്മൾ ആ വന്ന വഴിയാണ്. നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടിലായിരുന്നു. നമ്മൾ ആ കാണുന്ന ആ ഒരു പാർട്ടിലായിരുന്നു. നമുക്ക് വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നല്ല രസമാണ്. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ വാച്ച് ടവറിലൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഭയങ്കര അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്തുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വാച്ച് ടവറിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നിരിക്കുകയാണ്. എത്ര കണ്ടാലും മതിയാവാത്ത നല്ല വ്യൂ ആണ് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നമുക്ക് കാണുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി നേരെ താഴേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേനും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാഷ്റൂം സെറ്റിങ്സ് ഒക്കെയാണ്. എല്ലാം ബ്യൂട്ടിഫുള്ളാണ്, നല്ല വൃത്തിയാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനെ ഒരു വാഷ്റൂംസൊക്കെ അറേഞ്ച് ചെയ്യുന്നുള്ള നല്ല വൃത്തിയായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഇതൊരു മറ്റൊരു സൈഡാണ്. നമ്മൾ ആ വാച്ച് ടവറിൻ്റെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോഴത്തേനും നമ്മൾ കണ്ട താഴത്തെ ആ ഒരു വ്യൂ ആണ്. നമുക്കിങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പെയ്യെ താഴേക്ക് പോകാം. ഇവിടെ എല്ലായിടത്തും ഒരു ട്രാഷ് ഇങ്ങനെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് വേസ്റ്റൊക്കെ അതിനകത്ത് ഇടാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നോക്കി ഇതാണ്. ഇപ്പോൾ ഒരു വീൽ ചെയറിലൊക്കെ വരുന്ന ആളുകൾക്ക് അതിലുള്ളൊരു ഫെസിലിറ്റിയും സ്റ്റെപ്പും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് വീൽ ചെയർ ബേസിലുള്ള വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്കുള്ളതും ജസ്റ്റ് സ്റ്റെപ്പും കാണാൻ പറ്റും. ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തുകൊണ്ട് നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആണത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കാണാം. നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ കാണാം. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പെയ്യെ നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ സ്ട്രക്ചർ, വാച്ച് ടവറിൻ്റെ ആ ഒരു താഴെയുള്ളൊരു കഫേ ഏരിയയൊക്കെ. അത്യാവശ്യം തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ മിക്കവാറും തന്നെ കഫേയിലൊക്കെ എപ്പോഴും തന്നെ കഫേ ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഞാൻ വന്നത് വലിയ തിരക്കില്ലാത്തൊരു സമയമായിരുന്നു. ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ സമയത്തേക്കാണ് വന്നത്. അപ്പം വലിയ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് കഫേ ഓപ്പണായി വരുന്നുള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ കഫേ ഏരിയയിലൊന്നും കാണാമായിരുന്നത്. അപ്പോൾ ഞാൻ നേരെ വണ്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പെയ്യെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് പെയ്യെ നീങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ അരുവിക്കുഴിയിലെ ഒരു ടോട്ടൽ ഫുൾ വീഡിയോ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ
എന്തുപോയാലും ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടു നോക്കാം, മിസ്സാക്കാതെ കണ്ടു നോക്കാം. എന്തുപോയാലും നമുക്കൊരു വീക്കെൻഡൊക്കെ ആസ്വദിക്കാനായിട്ട് ഇടുക്കി ജില്ലയിലേക്കൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഒരു വീക്കെൻഡൊക്കെ ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തുപോയാലും ഈ അരുവിക്കുഴി എന്ന് പറയുന്ന സ്പോട്ട് മിസ്സാക്കാതിരിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള ഏരിയകൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്തുപോയാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.